ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ബനാന മഫിൻ്റെ റെസിപ്പിയാണ്. മഫിൻസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൽ കൂടി പോകരുത്, കാരണം മഫിൻസിൻ്റെ മുകളൊക്കെ ഒരുപാട് വെന്ത് കയറിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾക്ക് പഴം മാഷ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ നല്ല പഴുത്ത 2 പഴമാണ് എടുത്തേക്കണം. ഇത് ഫിലിപ്പൈൻസ് പഴം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ നാട്ടിലെ റോബസ്റ്റ പഴമാണ്. ഞാൻ 2 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ്, നല്ല മധുരമുണ്ട്. ഇനി പഴം നമുക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു മാഷറോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല. നല്ല പഴുത്ത പഴമാകുമ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് തന്നെ നല്ലപോലെ മാഷായി കിട്ടും. ഈ ഒരു പരുവം വരെ പഴം മാഷ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളത്. അതിലേക്കൊരു 2-3 ഡ്രോപ്പ് നാരങ്ങനീര് ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളുടെ പഴത്തിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നല്ലപോലെ പഴവും മുട്ടയും കൂടി മിക്സ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ബനാന എസൻസ് എന്ന് പറഞ്ഞ് കിട്ടും. അത് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇപ്പോൾ ഇതാ നമ്മളുടെ പഴവും മുട്ടയും വാനില എസൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പഴത്തിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര. ഇനി നമ്മൾക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മണമില്ലാത്ത റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക്, അതായത് നേരത്തെ പാലും നാരങ്ങയും കൂടി പിഴിയാൻ വെച്ചിരുന്നത്, അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നല്ല ജെൻറ്റിലായിട്ട് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും ഇത് ഹാഷായിട്ട് മിക്സ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ വിസ്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒന്നില്ലെങ്കിൽ ഒരു തടിത്തപ്പി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ ഉപയോഗിക്കാവുന്നതാണ്. പതുക്കെ മിക്സ് ചെയ്തെടുക്കുക, ലംസ് ഒന്നുമില്ലാതെ. വളരെ ഹാഷായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മഫിൻസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കേക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഹാർഡായി പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാഷായിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഫ്ലോറും ഓൾമോസ്റ്റ് മിക്സായി വരുന്നുണ്ട്. ഇനി ഈ സിലിക്കണിൻ്റെ കപ്പ് കേക്ക് മോൾഡിലേക്ക് നമ്മൾക്ക് ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ മോൾഡിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ എക്സ്പാൻഡ് ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. അതിലേക്ക് നമ്മൾക്ക് ഈ കപ്പ് കേക്ക് മോൾഡ് വെച്ച് കൊടുക്കണം. ഈ മോൾഡ് ഓവനിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എൻട്രാപ്പ് ചെയ്ത് എയർ ബബിൾസ് പോകാനാണ്. ഇപ്പോൾ ഓവൻ 30 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രിയിലാണ് നമ്മളുടെ കപ്പ് കേക്ക് മോൾഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് നമ്മളുടെ മഫിൻസിൻ്റെ അവസ്ഥ. ചെറുതായിട്ടൊന്ന് റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മഫിൻസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈമർ കാണാം, 10 മിനിറ്റാണ് മിച്ചമുള്ളത് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് റെഡിയായി കിട്ടാനായിട്ട്. ഇനി നമ്മളുടെ മഫിൻസ് ഒരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം മഫിൻസ് പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. മഫിൻസ് അങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുക. സിലിക്കണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി നമ്മൾക്ക് കോരി ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോൾ നല്ല യൂണിഫോം ആയിട്ട് നമ്മൾ ബാറ്റർ അളന്നൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഇതൊരു 12 എണ്ണം കിട്ടും. ഇപ്പോൾ ഞാനിത് ചിലത് വലുതും ചിലത് ചെറുതും ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് 10 എണ്ണം ആയിപ്പോയത്. 2-3 മഫിൻസ് നല്ല വലുതാണ്, അതുകൊണ്ടാണ് ഇത് 10 എണ്ണം കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മോൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു സെറ്റും കൂടി നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബനാന മഫിൻസ് റെഡി ആയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, ഞെക്കി നോക്കുമ്പോൾ ശരിക്കും സ്പോഞ്ച് ഞെങ്ങുന്ന മാതിരിയാണ് ഞെങ്ങുന്നത്. പിന്നെ നമ്മൾ വീറ്റ് ഫ്ലോർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മൈദയുടെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ്, പഴവും വീറ്റും ഒക്കെ അല്ലേ. പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ. താങ്ക് യു.